ശ്വാസകോശങ്ങൾ. നമ്മുടെ ശ്വാസകോശങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളവ: 2 കുപ്പികൾ, 2 ബലൂണുകൾ, റബ്ബർ ബാൻഡ്. പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗം വെട്ടിമാറ്റുക. കുപ്പിയുടെ വായഭാഗത്തിലൂടെ ബലൂൺ അതേപോലെ കയറ്റി കുപ്പിയുടെ കഴുത്ത് ഭാഗവും ചേർത്ത് നൂലുകൊണ്ട് കെട്ടുക. അപ്പോൾ ബലൂണിന്റെ വായഭാഗം തുറന്നു തന്നെ ഇരിക്കും. അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പുറത്തുനിന്നും വായുവിന് ബലൂണിനുള്ളിലേക്ക് പോകാൻ സാധിക്കും. മറ്റൊരു ബലൂൺ എടുത്ത് അതിന്റെ വായഭാഗമുള്ള മുകൾ വശം വെട്ടിമാറ്റുക. കുപ്പിയുടെ താഴെയായി അത് പിടിപ്പിക്കുക. കുപ്പിയുടെ അടിഭാഗത്തെ മൂടിയിരിക്കുന്ന ബലൂണിനെ വലിക്കുമ്പോൾ കുപ്പിയുടെ ഉള്ളിലുള്ള ബലൂൺ വികസിക്കുന്നത് കാണാൻ സാധിക്കും. അത് ആരോ അതിനുള്ളിലേക്ക് വായു ഊതിക്കയറ്റുന്നത് പോലെ തോന്നിക്കും. ഇതുപോലെയാണ് ഡയഫ്രം താഴെ വരുമ്പോൾ നമ്മുടെ ശ്വാസകോശങ്ങൾ വികസിക്കുന്നത്. മഞ്ഞ ബലൂണാണ് നമ്മുടെ ശ്വാസകോശം, ചുവപ്പ് ബലൂൺ ഡയഫ്രം ആണ്. കാരണം ഡയഫ്രം താഴോട്ട് വരുമ്പോൾ, അതായത് ഉദരം വികസിക്കുമ്പോൾ ശ്വാസകോശങ്ങളും വികസിക്കുന്നു. ഡയഫ്രം മുകളിലേക്ക് പോകുമ്പോൾ, അതായത് ഉദരം ചുരുങ്ങുമ്പോൾ ശ്വാസകോശങ്ങളിലുള്ള വായു പുറന്തള്ളപ്പെടുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ: നമ്മുടെ ഹൃദയം ഒരു ദിവസം 1 ലക്ഷത്തിലും അധികം തവണ തുടിക്കുന്നു.